ഹായ്, PVN ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ടെൻസിനെ കുറിച്ച് എന്താണെന്നും ടെൻസിൻ്റെ ഒരു ഇംഗ്ലീഷിലെ ടെൻസിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അടിസ്ഥാനപരമായി ടെൻസ് മൂന്നായി തിരിച്ചിട്ടുണ്ടെന്നും പ്രസന്റ്, പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ടെന്നും അത് ഓരോന്നും വീണ്ടും എത്ര തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതേ എത്ര തിരിച്ചിട്ടുണ്ട്? ഓരോന്നും വീണ്ടും നാലായി തിരിച്ചിട്ടുണ്ടെന്നും ആ നാലിന്റെ പേരുകളും ഒക്കെ അന്ന് അവിടെ എഴുതി വെച്ചിരുന്നു. അത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതാണ് ദിസ് ഈസ് ഓർഡർ എന്ന് പറഞ്ഞു. ഇനി ഇത് ഓരോന്നും വീണ്ടും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഇപ്പം പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ആണ് ടെൻസിന്റെ കാറ്റഗറി എങ്കിലും നമ്മൾ കുറച്ചൊന്ന് പഠിക്കാൻ കുറച്ച് സൗകര്യാർത്ഥം ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ടെൻസ് ആണ് എടുക്കുന്നത്. പ്രസന്റ് ടെൻസ് എന്നുള്ളതാണ് ആദ്യം എടുക്കുന്നത്. വാട്ട് ഈസ് പ്രസന്റ് ടെൻസ്? What is present tense? That is I am going to discuss today. You understand? Present tense എന്താണ്? അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചത്. Present tense എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ വർത്തമാന കാലം. ഒരു ക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു, അല്ലേ? അപ്പോ ആക്ഷൻ of the subject is called verb. നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ പിന്നെ പഠിക്കാം. ഒരു സബ്ജക്റ്റിന്റെ ആക്ഷനെ നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ആ വെർബിന്റെ ആക്ഷൻ നടക്കുന്നത് 3 കാലങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ അതില് വർത്തമാന കാലത്തില് നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിയയുടെ പോക്ക്, അല്ലേ? നമുക്ക് ഒന്നാമത്തെ പറഞ്ഞു പ്രസന്റ് ടെൻസിൽ ഒന്നാമത്തെ എന്താണ്? സിമ്പിൾ പ്രസന്റ്. എന്താണ്? സിമ്പിൾ പ്രസന്റ്. മറക്കരുതേ. പ്രസന്റ് ടെൻസിലെ വർത്തമാന കാലത്തിലെ ഒന്നാമത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ഇസ് വെരി സിമ്പിൾ, സോ ഇറ്റ് ഈസ് കാൾഡ് സിമ്പിൾ. എന്താ ഇതിന് സിമ്പിൾ എന്ന് വിളിക്കാൻ കാരണം? വളരെ സിമ്പിൾ ആണ്. അതന്നെ, വെരി സിമ്പിൾ ടു സ്പീക്ക്. സംസാരിക്കാൻ വളരെ സിമ്പിളാണ്, ഉപയോഗിക്കാൻ അതിനേക്കാൾ സിമ്പിളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഒരു ടെൻസാണ് സിമ്പിൾ പ്രസന്റ്, അല്ലേ? വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് സിമ്പിൾ പ്രസന്റ്? സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ എന്താ? അവിടെയാണ് ഫസ്റ്റ് സബ്ജക്ട് യെസ് പ്ലസ് പ്ലസ് വെർബ് പ്ലസ് പ്ലസ് ഡു or does. ഇവിടെ ഓരോ ടെൻസിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഡു ഓർ ഡസ്. ഇവിടെ എന്താണ് ഈ എസ് സബ്ജക്റ്റ്? എന്താണ് വെർബ്? എന്താണ് ഡു ഡസ്? ഇതൊക്കെ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, അല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വാക്യം എന്ന് പറയുന്നത് എസ് വി ഒ ഉൾക്കൊള്ളുന്നതാണ്. ഒരു വാക്യം എന്നുള്ളത് എസ് വി ഒ. എന്താ എസ് വി ഒ എന്ന് പറഞ്ഞാല്? നിങ്ങൾ ടെസ്റ്റിന്റെ പുറകിൽ എസ് വി ഒ പാറ്റേൺ എഴുതാനൊക്കെ ഉണ്ടാകുന്നുണ്ടോ 1ാം ക്ലാസ്സിലൊക്കെ? ഇവിടെ എസ് എന്നുള്ളത് സ്റ്റാൻഡ് ഫോർ സബ്ജക്ട് ആൻഡ് വി സ്റ്റാൻഡ് ഫോർ verb and O stand for object. ഇതാണ് SVO. Subject, verb, object. കർത്താവ്, ക്രിയ, കർമ്മം. This is the verb pattern of English. But the verb pattern of Malayalam is different. മലയാളത്തിലെ verb pattern എന്താണ്? SOV ആണ്. You see? A slight difference between the language Malayalam and English. In Malayalam, we follow the SOVO pattern, but in English, we follow SVO pattern. SVO pattern. അതായത് അവള് പാല് കുടിച്ചു,
അവള് പാല് കുടിച്ചു. പാല് എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന വരും. പിന്നെ കുടിച്ചു നോക്കി ചെയ്തു. സായിപ്പ് പറയുമ്പോ ജസ്റ്റ് ഇംഗ്ലീഷിൽ പറയുമ്പോ തിരിച്ചാ പറയാ. എങ്ങനെ? അവള് കുടിച്ചു പാല്. ഇവിടെ പോയി കാര്യം അറിയേ മാറി. അപ്പൊ ഇംഗ്ലീഷിന്റെ വെർബ് പാറ്റേൺ എന്താന്ന് ചോദിച്ചാൽ SVO ആണ്. എന്താ SVO എന്ന് പറഞ്ഞാല്? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് തന്നെ. ഒരു സെന്റൻസ് പൂർണ്ണവാക്യമാണെങ്കിൽ SVO വേണം, അതിൽ സബ്ജക്റ്റ് വേണം, അതിൽ വെർബ് വേണം, അതിൽ ഒബ്ജക്റ്റ് വേണം. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, എന്താ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല്? ലിറ്ററൽ സാഹിത്യത്തിലാണോ ലാംഗ്വേജിലാണ്. എന്താ വെർബ് എന്ന് പറഞ്ഞാല്? എന്താ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇനി ഐ ആം ഗോയിങ് ടു ഡിസ്കസ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു സീ, വാട്ട് ഈസ് സബ്ജക്റ്റ്, വാട്ട് ഈസ് വെർബ്, വാട്ട് ഈസ് ഒബ്ജക്റ്റ്, then only you can follow. You see, subject, then verb, then object. പല ഗ്രാമറിമാരും പല വ്യാഖ്യാനം കൊടുക്കും. പല ടെക്സ്റ്റുകളൊക്കെ നോക്കിയാൽ പല രീതിയിൽ ഇത് കാര്യം എങ്ങനെയൊക്കെ പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെയാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഡുവർ ഓഫ് ആൻ ആക്ഷൻ നമുക്ക് പറയാം. Then verb, the action of subject. The action of subject. Object എന്ന് പറഞ്ഞാലോ, answer to the question what or whom to the verb. വെർബിനോട് what or who എന്ന് ചോദിച്ചാൽ ഉത്തരം വെർബിനുണ്ടെങ്കിൽ അതായിരിക്കും അതിലെ കർമ്മം. അപ്പോ നോക്കൂ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡുവർ ഓഫ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ ആര് ചെയ്യുന്ന ആൾ സബ്ജക്റ്റ് ആണ്. ഹിയർ ടീച്ചർ ഈസ് റൈറ്റിംഗ് ഓൺ ദ ബോർഡ്. ഹു ഈസ് ദ ടീച്ചർ ഈസ് എ സബ്ജക്റ്റ്. ദ ബോയ് പ്ലേസ് ഫുട്ബോൾ. ഹു ഈസ് പ്ലേയിങ്? ബോയ് ഈസ് പ്ലേയിങ്. സോ ഹു ഈസ് ദ സബ്ജക്റ്റ്? ബോയ്. കുട്ടി പന്ത് കളിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാ കളിക്കുന്ന? കുട്ടിയാണ്. കുട്ടി തന്നെയാ സബ്ജക്റ്റ്. അമ്മ പാചകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പാചകം ചെയ്യുക എന്ന ക്രിയ ആരാ ചെയ്യുന്നത്? അമ്മയാണ്. അപ്പൊ അമ്മ തന്നെയാ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ ആണെന്ന് വിചാരിക്കണ്ട. സബ്ജക്റ്റ് മീൻസ് ദ ഡൂർ ഓഫ് ആൻ ആക്ഷൻ. Subject means the doer of an action. Subject means the doer of an action. Who is doing that action? Then he himself or that object itself or that matter itself is the subject. She sings a song എന്ന് പറഞ്ഞു. അവൾ പാട്ട് പാടുന്നു. ആരാ പാടുന്നു? അവൾ തന്നെ. അപ്പൊ അവൾ തന്നെയാ സബ്ജക്റ്റ്. ക്ലിയർ? ആരാ സബ്ജക്റ്റ്? ആരാണോ ഒരു ആക്ഷൻ ചെയ്യുന്നത് അയാളെ സബ്ജക്റ്റ്. പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് പല തിരിച്ചും അപ്പടി ഇപ്പടിയൊക്കെ ഗ്രാമർ. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നു, ഒരു ആക്ഷൻ ആര് ചെയ്യുന്നു മനസ്സിലാക്കാൻ എളുപ്പത്തിൽ അയാൾ തന്നെയാണ് സബ്ജക്റ്റ്. കുട്ടി കത്ത് എഴുതുന്നു. ആര്? കുട്ടി. കുട്ടി ഈസ് ദ സബ്ജക്റ്റ്. അമ്മ വെള്ളം കോരുന്നു. ആര്? അമ്മ. അപ്പൊ അമ്മയാണ് സബ്ജക്റ്റ്. അവൾ ഉറങ്ങുക എന്നുള്ള ആക്ഷൻ ആരാ ചെയ്യുന്നത്? അവൾ. അപ്പൊ അവൾ തന്നെയാണ് സബ്ജക്റ്റ്. എനിക്കോളോ? അപ്പൊ സബ്ജക്റ്റ്. Now I think you will understand. Next verb. ഇനി നമുക്ക് വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ തന്നെയാണ്. ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്ന ആക്ഷൻ ആണ്? അതാണ് വെർബ്. സപ്പോസ് സബ്ജക്റ്റ് ഈസ് ഗോയിങ്, സോ ഗോ is the verb. Subject is singing, then sing is the verb. Suppose subject is reading, then read itself is the verb. Can you understand? ഓടുക, ചാടുക, കളിക്കുക, ഉറങ്ങുക, എല്ലാ ആക്ഷനും വെർബാണ്. ഈ വെർബിനെ 3 രൂപങ്ങൾ നമുക്ക് പഠിക്കാം. ഇനി ഒബ്ജക്റ്റ് ഒരു സാമാന്യ തലത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നു. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർബിനോട് ഹൂ ഓ വാട്ട് എന്ന് ചോദിച്ചു. അവൾ മാങ്ങ തിന്നുന്നു. ഷീ ഈറ്റ്സ് മാംഗോ. ഹൂ ഈസ് സബ്ജക്റ്റ്? ഷീ. വെർബ് ഈറ്റ്സ്. ഈസ് എന്ന ക്രിയനോട് വാട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ലേ? ബട്ട് ഷീ ഈറ്റ്. അവൾ എന്താ കഴിക്കുന്നത്? മാങ്ങ. അപ്പൊ മാങ്ങ ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഞാൻ രവിയെ കണ്ടു. ഞാൻ കണ്ടു രവിയെ. അപ്പൊ കണ്ടു എന്ന ക്രിയയോട് ആരെ കണ്ടു എന്ന് വെച്ചാൽ ആരാ? രവി. അവിടെ രവി ഉത്തരവുണ്ട്. അപ്പൊ രവിയാണ് ഒബ്ജക്റ്റ്, ഞാനാണ് സബ്ജക്റ്റ്. അപ്പൊ ഇതാണ് SVO, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഐ തിങ്ക് യു വെൽ അണ്ടർസ്റ്റുഡ്. അപ്പൊ ഇവിടെ ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് സിമ്പിൾ പ്രസന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് SVO പാറ്റേണിലേക്ക് പോയത്. അപ്പൊ SVO പാറ്റേൺ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇതിനെങ്ങനെ മാറ്റിയിരിക്കുന്നു? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. നോക്കൂ,
സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നെ ഒരു ഡൂഡസ്. എന്താ ഈ ഡൂഡസ് ഇല്ലേ? ഡൂഡസ് എന്നാൽ ഓക്സിലറി വെർബ് എന്ന് പറയും, സഹായക്രിയ എന്ന് പറയും ഇംഗ്ലീഷില് ഓക്സിലറി വെർബ് ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഒന്നാമത് ബി സെറ്റ് എന്ന് പറയും. ഏതൊക്കെയാ ബി സെറ്റ് എന്നാല്? ബി സെറ്റിൽ ഓക്സിലറി വെർബ് വരുന്നു. ഒന്ന് ഈസ്, മറ്റൊന്ന് ആം, മറ്റൊന്ന് ആറ്, മറ്റൊന്ന് വാസ്, പിന്നെ ഒന്ന് വേർ. 3 ബി സെറ്റ്സ് ഫോം ഓഫ് ഓക്സിലറി വെർബ്. ദെൻ ഹാസ് സെറ്റ് ഫോം ഉണ്ട്. അതേതൊക്കെയാ? ഹാവ്, പിന്നെ ഏതാ? ഹാഡ്, ഇതൊരു സെറ്റാണ്. അടുത്തതോ ഡൂസ് സെറ്റ് ഉണ്ട്. അതേതൊക്കെയാ? ഡു, ഡസ്, പിന്നെ ഏതാ? ഡിഡ്. ഇത്രയും ഈ സെറ്റുകളിൽ നമ്മൾ എന്താ പറയുക? പ്രൈമറി ഓക്സിലറി വെർബ് എന്ന് പറയും, പ്രാഥമിക സഹായക്രിയകൾ. ഈ ഇംഗ്ലീഷിൽ ക്രിയ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് ഉണ്ടാവും, ബേസിക് ഫോം ഓഫ് വെർബ് ഉണ്ടാവും, ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും. അപ്പൊ ഓക്സിലറി വെർബ് ഹെൽപ്പ് ചെയ്യാൻ പോകും, അതുകൊണ്ട് ഇതിനെ ഹെൽപ്പിംഗ് വെർബ് എന്നും പറയും. കാരണം ഒരു ക്രിയ ഒറ്റയ്ക്ക് ഇംഗ്ലീഷ് നിൽക്കില്ല, അതിനെ സഹായിക്കാൻ സപ്പോർട്ടിംഗ് ആയിട്ട് വേറെ വെർബ് ഉണ്ടാവും. അങ്ങനെ സപ്പോർട്ടിംഗ് ആയി നിൽക്കുന്ന ഈ വെർബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറി വെർബ് അഥവാ സഹായക്രിയകൾ. അപ്പൊ ഇതൊന്ന് പ്രൈമറി. ഇനി പ്രൈമറി മാത്രമാണോ? അല്ല, മോഡൽ ഓക്സിലറി വെർബും ഉണ്ട്. ഏതൊക്കെയാണത്? ഇപ്പൊ ഇതിൽ വരാത്തത് ഇപ്പൊ വിൽ, അതിന്റെ പാസ്റ്റൻസ് ആയ വുഡ്. ഷാൽ, അതിന്റെ പാസ്റ്റൻസ് ആയ ഷുഡ്. ദെൻ മേ, അതിന്റെ പാസ്റ്റൻസ് ആയ മൈറ്റ്. ക്യാൻ, അതിന്റെ പാസ്റ്റൻസ് ആയ കുഡ്. വില്ല്, വുഡ്, ഷാല്, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, നീഡ്, ഡയർ, ഓട്ട്. ഇങ്ങനെ ഇത്രയാണ് ആകെ ഇംഗ്ലീഷിൽ സഹായക്രിയ. ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഈസ്, ആറാം, വാസ്, വെർ, പിന്നെയോ ഹാസ്, ഹാവ്, ഹാഡ്, പിന്നെയോ ഡു, ഡസ്, ഡിഡ്, പിന്നെയോ വില്ല്, വുഡ്, ഷാല്, ഷുഡ്, മേ, മൈറ്റ്, നീഡ്, ഡയർ. ഇത്രയും വെർബുകളെ നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബും. ഈ ഓക്സിലറി വെർബ് നമ്മുടെ എല്ലാ ടെൻസിലും, ഒരു ടെൻസിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും കേട്ടോ. ഒരു ടെൻസിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും. അപ്പൊ സിമ്പിൾ പ്രസന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറി ഓക്സിലറി വെർബിലെ ഡു, ഈ രണ്ടെണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഡു, ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നോ എല്ലാവരും? ശ്രദ്ധിക്കാം. നോക്കണം. ഇവിടെ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ആരും എടുക്കാം, നമുക്ക് കുട്ടിയോ പട്ടിയോ നായോ ഏത് വേണമെങ്കിലും സബ്ജക്റ്റ് എടുക്കാം. ആര് ചെയ്യുന്ന ഒരു ക്രിയ നമുക്ക് വെർബായിട്ട് എടുക്കാം. ഏതെങ്കിലും എത്രയോ കണക്കിന് വെർബ് ഉണ്ടല്ലേ, നമുക്ക് ഏതെങ്കിലും വെർബ് എടുക്കാം. പിന്നെ ഡു, ഡസ് കൊടുക്കാം. നോക്കാം. ഇപ്പൊ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഹി എന്നൊരു സബ്ജക്റ്റ് എടുക്കും. ഹി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ഇംഗ്ലീഷിൽ. എന്താ അത് അറിയാത്തവരുണ്ട്, എഴുതാൻ പറ്റാറിയാത്തവരുണ്ട്. പിന്നല്ലേ ഹി അറിയുന്നല്ലേ. അപ്പോ ഹി, പിന്നെയോ പ്ലസ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്ലസ് ഒക്കെ ഉണ്ട്. മനസ്സിലാകാൻ പിന്നെ പ്ലസ് ഒന്നും വേണ്ട കണക്കില്. അപ്പൊ ഹി പ്ലസ് അവൻ ചെയ്ത എന്തെങ്കിലും ക്രിയ പറയൂ, എന്തെങ്കിലും ക്രിയ ഏറ്റവും സിമ്പിൾ ആയിട്ട്. ഇപ്പൊ വാക്ക് എന്നാണ് ചോദിക്കുക. വാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ? എന്താ? നടക്കുക. വാക്കിംഗ് അല്ല, എൻജോയ് ഒഴിവാക്കിയ വാക്കാണ് ബേസിക് ഉണ്ട്. കമ്മിങ്ങിലെ കം, ഗോയിങ്ങിലെ ഗോ. വാക്ക് അതെവിടെ എടുക്കണ്ടത്? വാക്ക് പ്ലസ് ഈ രണ്ട് ചെങ്ങാതിമാർ ഏതാണ് ചേർത്ത് തരുന്നത്? ഹി സബ്ജക്ട്, വാക്ക് എന്നൊരു വെർബ് എടുത്തു. ഇതിലേതാണ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുക? ഇതില് ഡു ആണോ ഡസ് ആണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതാണ് ആഡ് ചെയ്യുക എന്ന് ശ്രദ്ധിക്കുന്നത് സബ്ജക്റ്റിനെ നോക്കിയാണ്. സബ്ജക്റ്റ് ഏകവചനാണോ നോക്കുക. സബ്ജക്റ്റ് ഏകവചനാണെങ്കിൽ ഡസ് ചേർക്കണം. സബ്ജക്റ്റ് ഏകവചനാണെങ്കിൽ ഡസ് ചേർക്കണം. ഇഫ് സബ്ജക്റ്റ് is singular you add does. If subject is singular you add just does, then you will get a sentence. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കിട്ടും. എന്താ? ഹി പ്ലസ് വാക്ക് പ്ലസ് ഇതിനോട് കൂടും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? വാക്സ്. ഒരു എസ് ഫോം കിട്ടും. എന്താ? വാക്സ്. ഹി വാക്സ്. ഇതാ സിമ്പിൾ പ്രസന്റ്. അവൻ നടക്കുന്നു. ഇത് കൂട്ടുമ്പോൾ നമുക്കൊരു സെന്റൻസ് കിട്ടും. എന്താ? ഹി വാക്സ്, ഹി ഗോസ്, ഹി ഡ്രിങ്ക്സ്. അങ്ങനെ ഹൗ ഡു ഗെറ്റ് എസ് ഫോം ഓഫ് വെർബ്? ദിസ് ഈസ് വാട്ട്സ് കോൾഡ് എസ് ഫോം ഓഫ് വെർബ്. ഇതിനാണ് വെർബിന്റെ എസ് ഫോം എന്ന് പറയുന്നത്. എസ് ഫോം എന്നൊരു വെർബ് ഇല്ല, ഇതിലേക്ക് ഡു ഡസ് ഫോം ആണുള്ളത്. അപ്പൊ ഇവിടെ ഡസ് ചേരുമ്പോൾ ക്രിയയുടെ ഇങ്ങേടത്ത് എസ് വരും. ഇനി പ്ലൂറലാണെന്ന് വിചാരിക്കുക. ഇവിടെ ഹീക്ക് പറഞ്ഞാൽ ദേ ഉപയോഗിച്ചു വിചാരിക്കുക. ദേ, അവർ. അപ്പൊ പ്ലസ് ഇതേ വെർബിനെ എടുക്കുകയാണെങ്കിലോ വാക്ക് പ്ലസ് ഏതാ ഇറക്കുക? ഡു ആണ് വരിക. ഈ സബ്ജക്ട് സിംഗുലർ പ്ലൂറൽ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഡു ആണ്. സബ്ജക്ട് ബഹുവചനമാണെങ്കിൽ ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ അവർ ആണ്. അവർ ബഹുവചനമായതുകൊണ്ട് വാക്കിന്റെ കൂടെ നിങ്ങൾ ചേർക്കുന്നത് ഡു ആണ്, ഡസ് അല്ല. മനസ്സിലായോ? ഡു ആണ് ചേർക്കേണ്ടത്, ഡസ് അല്ല. അപ്പൊ എന്ത് കിട്ടും? ഡു ഒരു എന്ന സഹായ ക്രിയ ഒരു ക്രിയയോട് കൂടുമ്പോൾ ക്രിയക്ക് വല്ല മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ദേ വാക്ക് ഇറ്റ്സെൽഫ്.
അവിടെ എസ് ഉണ്ടാവില്ല, ദേ വാക്ക്. ഇവിടെ എന്ത് ഹി എന്ന് പറയുമ്പോൾ വാക്ക് വന്നു, ദേ എന്ന് പറയുമ്പോൾ വാക്ക്. അർത്ഥം നല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്താ അർത്ഥം? നടക്കുന്നു, പോകുന്നു, കളിക്കുന്നു, ചാടുന്നു, ഉറങ്ങുന്നു. ഇപ്പൊ ഹി കംസ് അവൻ വരുന്നു, ഹി ഗോസ് അവൻ പോകുന്നു, ഹി സ്ലീപ്സ് അവൻ ഉറങ്ങുന്നു. ഇതിനൊക്കെ വരുമ്പോഴോ ദേ ആണെങ്കിലോ വി ആണെങ്കിലോ ദേ വി എന്നൊക്കെ പറയുമ്പോൾ പ്ലൂരൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എസ് ഉപയോഗിക്കരുത്. ദേ കം, ദേ ഗോ. ഇനി ഇത് ഇങ്ങനെ കിട്ടിയ ഒരു വാക്യം കിട്ടുമല്ലോ നിങ്ങൾക്ക്. ഈ വാക്യത്തിന് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സി, അപ്പോൾ നമ്മള് വൺസ് അഗെയിൻ ഹി വാക്സ്. ഇനി നോക്കൂ, ഐ ആണെങ്കിലോ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പൊ ഐന്റെ കൂടെ ഏതാ ചേർക്കുക? ഇതേ തന്നെ എടുക്കണമെങ്കിലോ ഐ വാക്ക് പ്ലസ് ഡു ആണ് വരിക. അപ്പൊ ഐ വാക്ക് തന്നെ വരിക. അതെന്താ അങ്ങനെ? ഐ ഒരാളല്ലേ ഉള്ളൂ മാഷെ? അല്ല, ഐന് ഇംഗ്ലീഷ് പറയുക ഫസ്റ്റ് പേഴ്സൺ ആണ്. ഏതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ഇംഗ്ലീഷിൽ? ഐ, വി. സംസാരിക്കുന്നത് ടാക്കിംഗ് ഫെലോയിസ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്നാ പറയാം. അപ്പൊ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സന്റെ കൂടെ നമ്മൾ അത് ഏകവചനാണെങ്കിൽ സ്പെഷ്യൽ ഗ്രാമർ റൂളാണ്. അതിന്റെ കൂടെ ഡസ് ചേർക്കരുത്, ഡു എ ചേർക്കാവൂ. അപ്പൊ അതുകൊണ്ട് ഐ വാക്ക്, ഐ ഗോ, ഐ ഡ്രിങ്ക് എന്നേ പറയാവൂ. എസ് ചേർക്കരുത്. മനസ്സിലാണ്? അപ്പൊ ഐ വാക്ക്, ഐ ഗോ, ഐ റീഡ് ഇങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സിലാണ്? ഇവിടെ ഐ. അതേപോലെ സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഏതാ? യു. ഇംഗ്ലീഷിൽ 3 പേഴ്സൺ ഉണ്ടല്ലേ? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഏതാണ്? ഐ, വി. വി ഇത് വരും. സെക്കൻഡ് പേഴ്സൺ ആരാ? യു. ആരാ സെക്കൻഡ് പേഴ്സൺ? യു എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് പേഴ്സൺ. ആരാ കേൾക്കുന്നത്? ശ്രോതാവ്. എപ്പോഴും സംസാരിക്കുന്ന ഒരു സംസാരകനോ സംസാരകന്മാരോ ഉണ്ടാവും ബഹുജനം. കേൾക്കുന്ന ഒരു വ്യക്തി ബഹുജനാകും. കേൾക്കുന്ന വ്യക്തിയെ നമ്മൾ യു എന്ന് പറയും. അപ്പൊ സെക്കൻഡ് പേഴ്സൺ നമുക്ക് സെക്കൻഡ് പേഴ്സന്റെ കൂടെയും നിങ്ങൾ എസ് ചേർക്കരുത്, ഡു ഫോമാ ചേർക്കുക. അപ്പൊ യു കം, യു ഡ്രിങ്ക് എന്ന് ഉപയോഗിക്കാവൂ. മനസ്സിലാൻ? ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വാക്യം കിട്ടിയാൽ ഈ വാക്യത്തിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. ഈ വാക്യത്തിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. നൗ ഐ തിങ്ക് യു വിൽ അണ്ടർസ്റ്റുഡ് the simple present. What is simple present? To sum up, I may say simple present is nothing but subject plus verb plus do or does. If subject is singular, you just add does to the basic form of verb, then you will get one sentence. And example, he plus drink plus does, he drinks. He plus come plus does, he comes. This is simple present. And if subject is plural, you add not does but do. If you add do to the basic form, then we not change the verb. I go, you, they go, we go, drink. കാരണം അവിടെ നമ്മൾ ആഡ് ഡു ആണ്. ഒരു ക്രിയയോടുകൂടി ഡു ഡസ് സഹായ ക്രിയകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഡസ് ചേർത്താൽ എസ് ഫോം കിട്ടും, ഡു ചേർത്താൽ ബെയർ ഫോം കിട്ടും. അവിടെ എസ് ഉണ്ടാവില്ല. പക്ഷെ അണ്ടർസ്റ്റുഡ് ആണ് ഡു അതിനകത്തുണ്ട് എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഐ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഒരിക്കലും എസ് ഫോം ഉപയോഗിക്കരുത്. അവിടെ ഡു ഫോം ആണ് ഉപയോഗിക്കുക. അതേമാതിരി സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ ഡു ആൻഡ് ഫോം ഉപയോഗിക്കുക. അങ്ങനെ നമുക്കൊരു വാക്യം കിട്ടും. ഇതാണ് സിമ്പിൾ പ്രസന്റ്. ഇതാണ് സിമ്പിൾ പ്രസന്റ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് വർക്ക് തരട്ടെ. കുറച്ച് സെന്റൻസുകൾ അതൊന്ന് ഇംഗ്ലീഷിൽ എഴുതി നോക്കൂ. 10ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കുക എന്തൊക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഒരു സെന്റൻസ് മലയാളത്തിൽ എഴുതിയെടുത്തോളുക. അവൾ പാടുന്നു എന്നൊന്ന് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരിക്കുക. അവൾ പാടുന്നു. 2, അമ്മ ഉറങ്ങുന്നു. അമ്മ ഉറങ്ങുന്നു എന്ന് എഴുതിയേ. 3ാമത്തത് കുട്ടികൾ കളിക്കുന്നു. കുട്ടികൾ കളിക്കുന്നു. 4ാമത്തെ എഴുതിയേ. ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഞാൻ ഹിന്ദി പഠിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷിലാക്കി അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരും. അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതൊക്കെ സിമ്പിൾ പ്രസന്റിലാക്കിയിരുന്നു. ഈ സെൻസ് പ്രത്യേകം ഒന്നൊന്നല്ല. വരുന്നു, പാടുന്നു, കളിക്കുന്നു, ഉറങ്ങുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വാക്യം ഉണ്ടാക്കണ്ടേ? പ്രായോഗികമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വേണം. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ, കാരണം നമുക്ക് പ്രായതലത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ്. ഇത് വളരെ തറവാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇത് ക്ലാസ്സിൽ വെറുതെ കേട്ടാൽ മാത്രമല്ല, നിങ്ങൾ ഈ സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ച് സംസാരിച്ച് പഠിക്കൂ. സിമ്പിൾ പ്രസന്റ് മാത്രം. കാരണം ഈ സിമ്പിൾ പ്രസന്റ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ, വിവരണങ്ങളിലൊക്കെ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇപ്പൊ ലാബിൽ നിങ്ങൾ പറയുമ്പോൾ അതേമാതിരി ഇപ്പോൾ ഏതെങ്കിലും വിവരണം പറയാമല്ലോ. ഹൗ ഡു യു മേക്ക് ടീ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ചായ എങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്ലനേഷനോ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതറിയും ഹി ടേക്സ് കെറ്റിൽ ആൻഡ് അവിടെ ടേക്സ് എന്നുള്ളത് ടേക്ക് പ്ലസ് ഡസ് നൽകണം. ആൻഡ് പോസ്റ്റ് വാട്ടർ അവിടെ വെള്ളം ഒഴിക്കുന്നു. ആൻഡ് ലൈറ്റ്സ് ദ സ്റ്റവ് ആൻഡ് പുട്ട്സ് ഓൺ ദ സ്റ്റവ് ആൻഡ് ബോയിൽസ് ദ വാട്ടർ ആൻഡ് ആഡ് സീ ഡസ്റ്റ് ആൻഡ് മിൽക്ക് ആൻഡ് എവറിത്തിങ്
and mix the seed, then post to the glass. Now tea is ready. ഇപ്പോൾ ടീ റെഡി ആയി. കാരണം പക്ഷെ ഉപയോഗിച്ചതൊക്കെ സിമ്പിൾ പ്രസന്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു വിവരണമൊക്കെ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. അവർ കമന്ററി ഒക്കെ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. കമന്ററി നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? പന്തൊക്കെ കളിക്കുമ്പോൾ ഹി ടേക്സ് ദ ബോൾ, ത്രോസ് ദ ബോൾ, catches the ball, ഇവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ടെൻസ് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, എവിടെയാണ് ടെൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിൽക്കട്ടെ. നൗ യു ഷുഡ് വെൽ മനസ്സിലാക്കണം എന്താണ് ടെൻസ് എന്നുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നത്തെ ലെക്ചറിൽ ഞാൻ പറയുന്നത് സിമ്പിൾ പ്രസന്റ് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സിമ്പിൾ പ്രസന്റ് ഞാൻ പറഞ്ഞു സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഡു ഓർ ഡസ് ആണ്. ഇഫ് സബ്ജക്ട് ഇസ് സിംഗുലർ യു ആഡ് does to the verb form. If subject is plural you add do to the form. In the case of first person and second person you just add do form, then we will get a sentence. That sentence is called simple present. You can follow in the next class. Okay.